കാല് കണ്ട 24 മണിക്കൂറും വെള്ളത്തിൽ നിന്ന് 24 മണിക്കൂറൊന്നുമല്ല, അത്യാവശ്യം ജോലി ചെയ്യുന്ന സമയത്തൊക്കെ വെള്ളത്തിൽ നിന്ന് കാലിൽ വെടിപ്പും കാര്യമായിട്ടുള്ള പോക്കാണ്. ഈ വെടിപ്പ് പറഞ്ഞത് വേറെ ഭംഗിക്കുറവൊന്നും മാത്രമല്ല, ഭയങ്കര വേദനയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞപ്പം ലക്ഷ്മി അതിന് വേണ്ടി ഒരു ഐഡിയ കണ്ടെത്തിക്കിട്ട് വന്നു. ബ്രഷൊക്കെ കൊണ്ടുവന്ന് എന്തോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലിൽ ആദ്യം വൃത്തിയാക്കി, അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഈ കാലിൽ അത്യാവശ്യം ചെയ്തതാണ്. ഇതേപോലെ അപ്പുറത്തെ കാല് പോലെ തന്നെ ഇപ്പുറത്തെ കാലിലും അത്ര പ്രശ്നമുണ്ടായിരുന്നു. ഇനി വാസ്ലീമൊക്കെ പുരട്ടുമെന്നൊക്കെ പറയണേ, എന്താണെന്ന് നോക്കാം. ഇതാ ഇത് തേച്ച് കഴുകി, എനിക്ക് സ്വന്തമായിട്ട് ഉപ്പൂറ്റി അങ്ങ് കഴുകിയെടുക്കാൻ പറ്റില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്, വെള്ളം തന്നെയാണ്. ശരി, എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ അവളെന്തോ ബ്രഷും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് പണിഞ്ഞിട്ടേ വിടുള്ളൂ എന്നാണ്. എന്തായാലും നോക്കട്ടെ. അത്യാവശ്യം വേദന മാറി, വേറെ പ്രശ്നമില്ല. എന്നാലും ഇങ്ങനെയല്ല കാലിരുന്നത്. ഏതായാലും നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്രയത്നിച്ച് നോക്കിയാൽ മതി. വാസ്ലീമൊക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ കോവിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് കാലാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഈ വാസ്ലീമും കൂടെയൊക്കെ പുരട്ടി എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾ എന്തായാലും അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമുക്കതിനുള്ള സമയം കിട്ടാറില്ല. കാല് എപ്പോഴും വെള്ളത്തിൽ നനഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം വീണ്ടും വെള്ളത്തിൽ വെച്ച് കഴുകിക്കൊണ്ടിരുന്നൊന്നും പറ്റൂലല്ലോ, സമയം കിട്ടാറില്ല. ആദ്യം പറഞ്ഞ ഈ കാല് കണ്ട അത്രയ്ക്ക് ഡേഞ്ചറാണ്. മറ്റേ ഓരോ വെടിപ്പിൻ്റെ ഭാഗമൊക്കെ കണ്ട, ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം, അത്രയല്ല. എന്തായാലും അതൊന്ന് നോക്കി നോക്കണം. വേറെ കൂടിയ മരുന്ന് വാങ്ങണമെന്നോ അങ്ങനെയല്ല. വാസ്ലീനും ഇത് ബ്രഷ്. പക്ഷെ ബ്രഷ് താനേ ഒന്നും ഉരഞ്ഞ് പോവില്ല. ആരെങ്കിലും കൂടെ നിന്ന് വൃത്തിയാക്കണം.